നമ്മൾ നാളെ അച്ഛയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അതിൻ്റെ സർപ്രൈസസ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ പർച്ചേസിംഗ് ആയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കണേണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? നമ്മൾ ഓൾറെഡി അവിടെ പോയിണ്ടായിരുന്നു. പക്ഷെ അച്ഛനൊരു ഷൂ ഇഷ്ടപ്പെട്ട്, പക്ഷെ ഇതിന്റെ റേറ്റ് കൂടിയാണ്. അച്ഛൻ പറഞ്ഞു വേണ്ട, പിന്നെ നോക്കാന്ന് പറഞ്ഞു ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാനുള്ള അപ്പൊ വിചാരിച്ചു സർപ്രൈസ് കൊടുക്കാം. അമ്മയ്ക്ക് ഒരു ബാഗ് അല്ലേ? അമ്മയ്ക്ക് ഒരു ബാഗും. അവരങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ല, ഇത്രയും കാലമായിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് കേക്കൊക്കെ ഒന്ന് മുറിച്ച്, അങ്ങനെയല്ലേ ഗൈസ് പ്ലാനിങ്? അതെ, കേക്ക് മുറിച്ച് അച്ഛക്കും അമ്മയ്ക്കും ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാനാണ് ഇന്നത്തെ പ്ലാൻ ഗൈസ്. അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഏട്ടാ ബൈ പറയും. അപ്പോൾ നമ്മൾ നേരെ പോയത് ലുലുവിലേക്കാണ്, പാലക്കാടുള്ള ലുലുവിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നായിരുന്നു ഒരു ഷൂ അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ നമ്മൾ ട്രോളുന്നുണ്ട്. സ്റ്റെപ്പില്ലാത്ത എക്സ്കലേറ്റർ തലയും കുത്തി വീണ് കാണിച്ചു തരാം. വീഴോന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്നും ചാടണ്ട, അഭിനയം, വേറൊരു അഭിനയം. ഇതാ ഇവിടെ അല്ലേ? ഇവിടെ അല്ല, നമ്മൾ ഈ ഷോപ്പാണെന്ന് തോന്നുന്നു. ഇതാണോ ഈ ഷോപ്പിൽ നിന്ന് കണ്ടിട്ടുണ്ട്? വേറൊരു ബാഗ് വേറൊരു ഷോപ്പിലാണ് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാം. ബാഗ് കണ്ടു, പക്ഷേ ഏത് കടയെന്ന് ഓർമ്മയില്ല. സാറില്ല, നമുക്ക് നോക്കിക്കൊണ്ട് നടക്കാം. നമ്മളന്ന് നൈറ്റ് വന്നോണ്ട് ഇത്ര തിരക്കും ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. ഇന്ന് ഫുള്ള് ക്രൗഡ്. ഇല്ല, അത് ക്ലോസ് ആണ്. അതിൻ്റെ അമേരിക്കൻ ടൂറിസ്റ്റ് അല്ല, അമേരിക്കൻ ടൂറിസ്റ്റ് ഇതൊന്നല്ല. മേലെയാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ കണ്ട് എനിക്ക് ഓർമ്മയില്ല. മേലെ പോയി നോക്കാം. കണ്ട് നേരെ തൊട്ടപ്പുറത്ത് ലുലു ഫാഷൻ സ്റ്റോർ ഉണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ നിന്നാണോ എടുത്തത്, എവിടെ നടത്തിയെന്ന് മറന്നുപോയി. ഇതൊക്കെ സംഭവം ഉണ്ടായത് എനിക്ക് തോന്നുന്നു താഴെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ കയറി ശശിയായിട്ട് നമുക്ക് ഇവിടെ താഴെ പോയി നോക്കേണ്ടി വരും. മിക്കവാറും അതായിരിക്കും. ഇവിടെ കുറച്ച് 499, 699, 899 കണ്ടു. പക്ഷേ ഇതും ഇഷ്ടമായില്ല. നമുക്ക് നല്ല ഏതെങ്കിലും നോക്കാം. അവിടേക്ക് തന്നെ പോവാം. എന്നപ്പോൾ ഒരു അമ്മാവൻ പറഞ്ഞു വീഡിയോ എടുക്കണ്ടെന്നത്. എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയാൻ പാടില്ല. വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിച്ചു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വിചാരിച്ചു ബാഗൊന്നും വാങ്ങിക്കാണ്ട്, ഓൾറെഡി ബാഗെല്ലാം ഉണ്ട്. അപ്പോൾ 2-3 ബാഗുള്ള സ്ഥിതിക്ക് ബാഗ് വാങ്ങിച്ച് ഇതാവണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു വാച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വാച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യുമെന്ന് പോലും അറിയില്ല. പക്ഷെ നമ്മളെന്തായാലും നോക്കുന്നുണ്ട്. ഇനി യൂസ് ചെയ്യുന്നില്ലെങ്കിലും യൂസ് ചെയ്യിപ്പിക്കാന്നുള്ള രീതിക്കായിരുന്നു. വാച്ചൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, പക്ഷേ സ്ട്രാപ്പാണോ ചെയിൻ ടൈപ്പാണോ ഇഷ്ടം എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ട്രാപ്പ് ടൈപ്പാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഇഷ്ടമാവോ ഇടുമെന്ന് പോലും ഞങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇത് ഈ ഒരു 3 വാച്ചായിരുന്നു നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ സെൻറ്ററിലുള്ള വാച്ചാണ് നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ 3 പേർക്ക് ഒരുപോലെ ഇഷ്ടമായത് ഈ ഒരു കളർ വാച്ചായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇത് മേടിച്ചു. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ ലിപ്സ്റ്റിക്ക് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ബ്രൈറ്റ് റെഡ് കളർ ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കാമെന്ന് വിചാരിച്ചു. കുറേ കാലമായി റെഡ് കളർ ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോ ഓഫും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മാത്രം 2 ഗ്ലാസ്, നിങ്ങൾക്ക് എല്ലാവർക്കും 1 ഗ്ലാസ്. അതെന്താ ചായയാണോ? ഇവിടെ 2 ചായ, അവിടെ എന്താ? കോഫി. കാപ്പി ജ്യൂസ്. പിന്നെ ഇവരെന്തൊക്കെയോ സാധനങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷൂ മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ആവശ്യം വേറെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ ഷൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു ഗോട്ടിൻ്റെ ഒറിജിനൽ സ്കിന്നാണെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അത് അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കളക്ഷനൊന്നും ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. ഈ ഷൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ലെതറിൻ്റെ ആയതുകൊണ്ട് പറയണ്ടല്ലോ. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും സംഭവമൊക്കെ അടിപൊളി ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ നോക്കിയായിരുന്നു.
6 മണിക്ക് എത്തിയ നമ്മളിതേ 8:30-9 മണിയായിട്ടും കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ ഒന്ന് റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെയും ഉറക്കം കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. ആകെ മൊത്തം എല്ലാവർക്കും ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കാരണം വീട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതാണ്. ഫൈനലി നമ്മൾ സംഭവങ്ങളെല്ലാം വാങ്ങിച്ച് സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണ വഴിക്ക് വേണം നമുക്ക് കേക്കും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേഗം ധൃതി പിടിച്ച് പോകണം. കാരണം കേക്കിൻ്റെ ഷോപ്പൊക്കെ അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഇതേ ഒരു റെഡ് വെൽവെറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കേക്ക് അങ്ങനെ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ കാറിനകത്ത് തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അവരൊക്കെ ഉറങ്ങിയിട്ട് വേണം അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആവും കൂടെ വേണമായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കിനി കാണാം. ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം പാതി സമാധാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ സാമ്പാർ, മീൻകറി, മീൻ, അതുപോലെ കോളിഫ്ലവർ, ചിക്കൻ ഇതൊക്കെയായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. ചെറുതായിട്ട് നമ്മുടെ പ്ലാൻ കുറച്ച് ഫ്ലോപ്പായിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ അച്ഛന് കുറച്ച് വയ്യാത്ത പോലെ, പിന്നെ സുധമേമയ്ക്കൊക്കെ ആണെങ്കിലും അവരെല്ലാവരും കാര്യങ്ങളും പനിയൊക്കെ ആയിട്ട് എല്ലാവരും ഭയങ്കര ടയേർഡാണ്. അപ്പോൾ രാത്രി 12 മണിക്ക് വിളിച്ചെണിപ്പിക്കുന്നത് കുറച്ച് അതെ, എല്ലാവർക്കും വയ്യാതൊക്കെ ഇരിക്കുന്നല്ലേ. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ കൈവിടും. നമ്മളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെ, ഒരു ജസ്റ്റ് ഒരു മണിക്കൂർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാം. വീഡിയോ റെക്കോർഡ് ഊതിയിട്ട് മാറ്റിയിട്ട് കേക്ക് കെട്ടിയിട്ട് അച്ഛനോത് ഇനി അതെടുത്ത് കളാ താഴെ ഇട്ടോ. കേക്ക് കെട്ടി കേക്ക് കെട്ടി. ഹാപ്പി ആനിവേഴ്സറി. രണ്ടുപേരും ഓരോ പീസ് എടുത്തോ കയ്യില്. ആദ്യം ഒരാൾ കൊടുക്കുക. അതെ, 34ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. അച്ഛാ, അമ്മയ്ക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കണേ? കേക്ക് അമ്മ എന്താ കൊടുക്കണേ? ഇതാണ് നിങ്ങളുടെ ഗിഫ്റ്റ്. അങ്ങോട്ടും കൊണ്ടും അമ്മന്റെ ആദ്യം എന്തായിരിക്കുന്നത്? എന്തായിരിക്കും? പിന്നെന്തായിരിക്കും? വളയാ? സാധാ വളയാ? സ്വർണ്ണവള. വയ്യാത്ത ആള് ഞങ്ങള് ഇതാണ് എന്താണ് ഹാപ്പി ആനിവേഴ്സറി. ഇതെന്താ സ്വർണ്ണവളയാ? ഇതിലിട്ട് ചേർത്തി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ബാക്കി ഇഷ്ടപ്പെട്ട? സൂപ്പറാ? സൂപ്പർ. ടാഗ് കട്ട് ചെയ്ത് കളഞ്ഞില്ല.
കടിച്ച് കളഞ്ഞു. ഇല്ല മെല്ലെ മരിച്ചു. ആ അച്ഛന് മനസ്സിലായി. ലെതർ കണ്ടപ്പോളേ അതാണോ ഉള്ളിലേക്ക് നിങ്ങൾക്ക് അവസരത്തിൽ എന്തൊക്കെയാണ് പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളത്? 34 വർഷങ്ങൾ കുടുംബം നടത്തി സന്തോഷമായ വളരെ സന്തോഷമായി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.